ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ? ജനവിധി അറിയാം മറ്റന്നാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ വരാനിരിക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. തുടർഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് BJPയും. ഫലം വരാനിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി ഇടുക്കി, തൊടുപുഴയിലും കണ്ണൂരിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, മുന്നണികളെല്ലാം അവരുടെ കണക്കുകൂട്ടലുകളിലാണ്. ഇടതുമുന്നണിയാകട്ടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ കഴിയും, തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. NDAയ്ക്കും ചില കണക്കുകൂട്ടലുകളുണ്ട്. 1-2 സീറ്റുകൾ കിട്ടിയാൽ തന്നെ അത് ഒരു മുന്നേറ്റമായി അവർ പരിഗണിക്കും. എന്തൊക്കെയാണ് മുന്നണികളിലെ ഈ അവസാന മണിക്കൂറുകളിലുള്ള ആലോചനകളും നീക്കങ്ങളുമൊക്കെ? UDF ക്യാമ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതാണല്ലോ. അതിൽ ഒരുപക്ഷെ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും, PK കുഞ്ഞാലിക്കുട്ടി ആ സ്ഥാനത്തേക്ക് വരും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് ഈ മണിക്കൂറുകളിൽ. ശ്രീജിത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം തിങ്കളാഴ്ചയാണ്. അതിനു മുന്നോടിയായി എല്ലാ മുന്നണികളിലും, പ്രധാന മുന്നണികളിലും അവസാനവട്ട കണക്കെടുപ്പൊക്കെ നടക്കുന്നു. പരമാവധി എത്ര സീറ്റുകൾ വരെ ലഭിക്കാമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് പല ക്യാമ്പുകളിലും നടക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് UDF ക്യാമ്പിൽ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന ചർച്ചയും മന്ത്രിമാരാരൊക്കെയാണെന്ന ചർച്ചകളുമാണ്. എന്തായാലും ഔദ്യോഗികമായി ഇത്തരമൊരു ചർച്ചയ്ക്ക് KPCC നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 പ്രധാന നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി ഇപ്പോൾ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം അന്തിമമായി എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആയിരിക്കും. അതിനു മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി നിശ്ചയിക്കുക. അതാണ് കോൺഗ്രസിന്റെ സംഘടനാ രീതി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. LDF ആകട്ടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളെ കവച്ചു വെക്കുന്ന ഒരു റിസൾട്ട്, ഒരു ഫലം ഉണ്ടാകും. 3ാം തവണയും തുടർഭരണമെന്ന ഐതിഹാസികമായ നേട്ടത്തിലേക്ക് തങ്ങൾ നടന്നെത്തും എന്ന ആത്മവിശ്വാസമാണ് LDF ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തോൽക്കുമെന്നുള്ള ആശങ്കപ്പെടുന്ന നേതാക്കളും LDFന്റെ ക്യാമ്പിലുണ്ട്. എങ്കിലും ഈ തുടർഭരണം ഉറപ്പിച്ചാണ് LDF മുന്നോട്ട് പോകുന്നത്. LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആര്, മന്ത്രി ആര് എന്ന ചർച്ചകളൊക്കെ തന്നെ അനൗദ്യോഗികമായി LDF ക്യാമ്പിലുമുണ്ട്. CPIMന്റെ നേതൃയോഗം 6ാം തീയതി വിളിച്ചിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും 6ാം തീയതി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതിനെ പറ്റിയുള്ള ആലോചന ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിയുമെന്ന് വ്യക്തമാണ്. BJP ആകട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ 2016 O രാജഗോപാലിലൂടെ നേമത്ത് അക്കൗണ്ട് തുറന്നെങ്കിൽ ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് ജയിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് BJP പ്രകടിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 14 സീറ്റ് വരെ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാം. ത്രികോണ മത്സരം ശക്തമാണെന്ന തരത്തിലുള്ള ചില ഫലസൂചനകൾ വന്നിരുന്നു. അതാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരം. ശ്രീജിത്ത്, ഇപ്പോൾ മറ്റന്നാളാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പരിശീലനങ്ങളൊക്കെ ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ മുന്നണികളെ സംബന്ധിച്ച് ശ്രീജിത്ത് പറഞ്ഞത് എല്ലാവരും അവരവരുടേതായ കണക്കുകൂട്ടലുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ അല്ലെങ്കിൽ UDF ക്യാമ്പിൽ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി ആരാകണം എന്നതിലേക്കൊക്കെയുള്ള തർക്കങ്ങൾ നമ്മൾ കണ്ടു. ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോ നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട്. എങ്ങനെയാണ് ഈ UDF ക്യാമ്പിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നത്? AICCക്ക് ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു നിയന്ത്രണവും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ? K മുരളീധരൻ അല്ലാതെ മറ്റാരും തന്നെ ഈ കാര്യത്തിൽ ഒരു പിന്നാക്കം പോകുന്നതോ അല്ലെങ്കിൽ ഒരു പക്വതയോ ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് കോൺഗ്രസ് ക്യാമ്പിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ശ്രീജിത്ത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ഈ മുഖ്യമന്ത്രി ആരാണെന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ കൂടുതൽ ശക്തമായി നടക്കുന്നു എന്നതാണ് വസ്തുത. എന്നാൽ പരസ്യമായ ഒരു ചർച്ചയ്ക്കോ അത്തരത്തിലുള്ളൊരു സംവാദങ്ങൾക്കോ KPCC കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. AICCയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്താത്തത്. എന്നാൽ ഓരോ നേതാക്കളെയും, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഉയർത്തി കാണിക്കുന്ന KC വേണുഗോപാലിനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയെ ചുറ്റിപ്പറ്റിയുള്ള സോഷ്യൽ
മീഡിയ അനുകൂലികൾ അവരുടേതായ തരത്തിലുള്ള സംവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഫ്ലക്സ് യുദ്ധവും നടക്കുന്നത്. ആദ്യമായി വി ഡി സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് വന്നത് മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിലായിരുന്നു. തവനൂരും പിന്നീട് പയ്യന്നൂരിലും ഇപ്പോൾ തൊടുപുഴയിലും കണ്ണൂരിൽ തന്നെയും ഒക്കെ തന്നെ വി ഡി സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊന്നും കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളോ ഘടകങ്ങളോ സ്ഥാപിക്കുന്നതല്ലാത്തതുകൊണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുക പ്രയാസമാണ്. രാത്രിയിലാണ് ഈ പല ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ ബോർഡുകൾക്ക് പിന്നിൽ എന്ന് പോലും അറിയാൻ കഴിയില്ല. സതീശിനെ അനുകൂലിച്ച് ഉള്ള ഫ്ലക്സ് ബോർഡുകളാകുമ്പോൾ അദ്ദേഹത്തിന്റെ അനുകൂലികൾ ആരെങ്കിലുമാണ് അത് ചെയ്തതെന്ന് അനുമാനിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ആരാണ് ഇത്ര ഇടപെടൽ നടത്തിയതിനെക്കുറിച്ച് KPCC നേതൃത്വത്തിന് ഒരു പിടിയുമില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളുടെ നേതാക്കളെ ഉയർത്തിക്കാണിക്കാനുള്ള ഇടപെടലുകൾ, ശ്രമങ്ങൾ, ചർച്ചകളൊക്കെ തന്നെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം നേതൃത്വം സമ്മതിക്കുന്നു. അതിനെക്കുറിച്ച് നേതൃത്വത്തിനും അറിവുണ്ട്. എങ്കിൽ പോലും നിർണായകമായ വിധി ദിനം തിങ്കളാഴ്ചയാണ്. അന്ന് റിസൾട്ട് വന്ന ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഒരു ഔദ്യോഗിക സ്വഭാവം കൈവരിക. അതിന്റെ ആദ്യ നടപടിയായി AICC ആണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. കാരണം 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ചുകൊണ്ട് MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഈ MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ഹൈക്കമാൻഡിന്റെ തീരുമാനം ആർക്ക് അനുകൂലമാണെന്ന് അതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കപ്പെടുക. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കൾ പരസ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നത് ശരി തന്നെ. പക്ഷേ കെ മുരളീധരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ടതാണ് ഇതൊക്കെ എന്നതാണ്. അങ്ങനെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കാത്തത് കൊണ്ടാണോ ഫ്ലക്സ് യുദ്ധമടക്കം ഇപ്പോൾ ഈ പരസ്യമായി ആളുകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസിൽ ഉണ്ടാകുന്നത്? നേതാക്കൾ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെങ്കിലും ആരും ആരെയും നിയന്ത്രിക്കുന്നില്ലല്ലോ. തീർച്ചയായും GK, അതുതന്നെയാണ് വസ്തുത. അതായത് ഈ നടക്കുന്ന സമൂഹ മാധ്യമ യുദ്ധങ്ങളും ഒപ്പം തന്നെ ഫ്ലക്സ് സ്ഥാപിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളുമൊക്കെ തന്നെ നേതൃത്വം അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയാകില്ല. അത് വസ്തുതാപരമല്ല. കാരണം നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് അണികൾ ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് കോൺഗ്രസിനെ ഏൽപ്പിക്കുന്ന, കോൺഗ്രസിന് വേണ്ടി അഹോരാത്ര പണിയെടുത്ത പ്രവർത്തകർക്ക് മേൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അതുണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എന്താണെന്ന കാര്യത്തെപ്പറ്റി നേതൃത്വം വിസ്മരിക്കുന്നു എന്നതാണ് സാധാരണ പ്രവർത്തകരും നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ KPCCയുടെ ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ നേതാക്കൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപ പ്രചാരണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അതോടെ തന്നെ കെ മുരളീധരനും നിയന്ത്രിക്കേണ്ടവർ എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആരും ഇത് തന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ വിലക്കാനോ മുന്നോട്ട് വരുന്നില്ല. 8 ലക്ഷം രൂപ മുടക്കിയുള്ള ഒരു പരസ്യം അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രമേശ് ചെന്നിത്തലയെ പറ്റി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നു. അതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ DC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിന് കാരണം കാണിക്കൽ നോട്ടീസ് എടുത്തു. ഇതിനെപ്പറ്റി തനിക്ക് അറിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണോ അദ്ദേഹത്തെപ്പറ്റി ഒരു മുഴുനീള പരസ്യം പത്രത്തിൽ വരുന്നത് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. എന്നാൽ പോലും ഇതിനെപ്പറ്റിയൊക്കെ തങ്ങൾക്ക് അറിവില്ല, ഇതൊക്കെ ആരൊക്കെയോ ചെയ്യുന്നതാണ് എന്ന തരത്തിലുള്ള കൈയൊഴിയിലാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.